നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തിനാടി ഇവളെ തല്ലാൻ നോക്കിയത്? അസൂയ കൊണ്ട്. ഞാൻ വിപിൻ സാറിന്റെ ഭാര്യയായതും ഇവിടുത്തെ മരുമകളായതും എന്റെ പുന്നാര ചേച്ചിക്ക് ഇഷ്ടമായിട്ടില്ലല്ലോ. ഇവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും നീ നോക്കണ്ട. നീ എന്റെ മരുമോളാ. നിന്നെ ഇവിടെ ആരും വേദനിപ്പിക്കത്തില്ല. പാർവതി, അതെ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. നീ ഇവളെ വേദനിപ്പിക്കാൻ നോക്കിയ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. ഓർത്തോ? നീ വാ മോളെ, നിനക്കൊരു പ്രയാസവും വരാതെ ഞാൻ നോക്കിക്കോളാം. വാ. പാർവതി, കരയാതിരിക്കെ. അവര് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ അതൊന്നും കാര്യമാക്കണ്ട. അതോർത്ത് വിഷമിക്കുകയും ചെയ്യരുത്. നീ നന്മയുള്ളവളാ. നിന്നെ എത്രയൊക്കെ പഴിചാർത്തിയാലും ഒടുവിൽ നിന്റെ നന്മ തന്നെ വിജയിക്കും പാർവതി. ഒടുവിൽ അതവര് തിരിച്ചറിയുകയും ചെയ്യും. ഗാർഗി, പല്ലവിയുടെ നല്ലതിനു വേണ്ടിയാ ഞാനങ്ങനെ ഓരോന്നും പറഞ്ഞത്, അവളെ ശകാരിച്ചതും. പക്ഷെ അവളെന്നെ മനസ്സിലാക്കുന്നില്ല. പാർവതി, പാർവതി, അവളെ നിലത്ത് പോലും വെക്കാതെ ഞാൻ എടുത്തു നടന്ന കുട്ടിയാ പല്ലവി. അവള് തെറ്റായ വഴിയിലൂടെ പോകുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ നീ പറഞ്ഞതുപോലെ എന്നെങ്കിലും അവൾ എന്നെ തിരിച്ചറിയുന്നൊരു ദിവസം വരും. ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയാവും അവൾ ചൂട് ചായ കൊടുത്തയച്ചത്. ഞാനിനി കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവള് പതിയിരുന്ന് എന്നെ തീർക്കും. ഇയാള് ശേഖരമേനോൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായേച്ചി. പാർവതിയാണ് അയാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ഒന്നും കാണാതെ അല്ല അവൾ ഇത് ചെയ്തത്. അയാളെ ശേഖരമേനോനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൾ അയാളെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചിരിക്കുന്നത്. ഇത് പാർവതിയും ശേഖരമേനോനും തമ്മിലുള്ള വ്യക്തമായ ഒത്തുകളിയാണ്. അന്ന് ശേഖരമേനോൻ എന്നെ കൊല്ലാൻ വന്നപ്പോ അയാളെ ഇവിടുന്ന് തന്ത്രപരമായി രക്ഷിച്ചതും അവള് തന്നെയാ. ഇതിനർത്ഥം
പാർവതിക്ക് ശേഖര മേനോനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയാമെന്നാണ്. പക്ഷേ എന്തുകൊണ്ടാ പാർവതി ഇതൊന്നും വിശാലിനോട് പറയാതിരുന്നേ? അയാള് ശേഖരമേനോനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വിശാൽ അയാളെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. അതിന് കാരണമുണ്ട് പ്രതാപ. ഒരുപക്ഷെ നമ്മളെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് നമ്മളെ ഈ വീട്ടിൽ നിന്ന് സ്ഥിരമായി പുറത്താക്കാനായിരിക്കും അവളുടെയും ശേഖര മേനോന്റെയും പ്ലാൻ. അവൾക്കിപ്പോ നമുക്കെതിരെ ആവശ്യത്തിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടുമ്പോ അവള് വിശാലിനെ അറിയിക്കുമായിരിക്കും. ഓ അങ്ങനെ. അപ്പോ അവളെ അയാളെ ഇനി വെച്ചോണ്ടിരിക്കണോ ചേച്ചി? ആദ്യം അവളുടെ പദ്ധതി തകർക്കണം. നമുക്കെതിരെയുള്ള തെളിവുകള് അവൾ ഒരിക്കലും വിശാലിന്റെ അടുത്ത് എത്തിക്കരുത്. അല്ലേച്ചി, ഇനി നമുക്ക് സമയം അനുവദിച്ചു കൊടുക്കണോ? നമുക്ക് അയാളെ അവളെ അങ്ങ് തട്ടാം. ഇന്നെങ്കിൽ ഇന്ന് അവരെ കൊല്ലണം. അതാ വേണ്ടത്. നോനോ, തിരക്കിട്ടൊന്നും ചെയ്യാൻ പാടില്ല പ്രതാപ. മുന്നും പിന്നും ആലോചിക്കാതെ നമ്മളൊന്നും പ്രവർത്തിക്കരുത്. തീർക്കുമ്പോ തെളിവുകളില്ലാതെ വേണം തീർക്കേണ്ടത്. ഒരു എവിഡൻസ് പോലും അവശേഷിക്കരുത്. തെളിവുകളില്ലാതെ തീർത്താ പോരെ? അത് നമുക്ക് തീർക്കാൻ ചേച്ചി. ഇല്ല പ്രതാപ, അത് മാത്രം പോരാ. അവളുടെ ചോരക്കറ നമ്മുടെ കയ്യിൽ പുരളാൻ പാടില്ല. അതായത് നമ്മളായിട്ട് അവരെ കൊല്ലാൻ പാടില്ലെന്ന്. അതെ, അത് തന്നെ. പിന്നെ ആരവരെ കൊല്ലുന്നേ? പുറത്തുള്ള പ്രൊഫഷണൽ കില്ലേഴ്സിനെ ഏൽപ്പിക്കണമെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. എടാ, ഒരു വാടക കൊലയാളിയെ നമ്മൾ ഏൽപ്പിക്കുന്നില്ല. രണ്ടിന്റെ ആയുസ് എടുക്കാനുള്ള ആള് ഈ വീട്ടിൽ തന്നെയുണ്ട്. ഈ വീട്ടിലോ? അതാര്? ചേച്ചി ആരെ ഉദ്ദേശിക്കുന്നേ? വിശാൽ. അവൻ തന്നെ പാർവതിയുടെയും ശേഖര മേനോന്റെയും കൊല നടത്തിക്കൊള്ളും. വിശാലോ? അവനെങ്ങനെ ഈ കൊലപാതകം നടത്തുന്ന ചേച്ചി പറഞ്ഞോണ്ട് വരുന്നേ? എടാ, അവന്റെ അമ്മയെ കൊന്നയാൾക്ക് അവന്റെ വിശ്വസ്തയായ ഭാര്യ ഇവിടെ അഭയം കൊടുത്തുവെന്നറിഞ്ഞാൽ എന്തായിരിക്കും വിശാലിന്റെ പ്രതികരണം? അമ്മയുടെ കൊലപാതകിയാണ് പാർവതിയുടെ സഹായത്തോടെ ആൾമാറാട്ടം നടത്തി ഇവിടെ കഴിയുന്നതെന്നറിഞ്ഞാൽ വിശാൽ വെറുതെ ഇരിക്കൂ? ഇവിടെ ചോരപ്പുഴ ഒഴുകും. അമ്മയുടെ കൊലയാളിയെയും തന്നെ ചതിച്ച ഭാര്യയെയും അവൻ കൊന്നു തള്ളും. പക്ഷേ അതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മളായിട്ട് വിശാലിനെ പ്രകോപിപ്പിക്കണം. എന്താ ചേച്ചിയുടെ പ്ലാൻ? തെളിച്ചു പറ. എനിക്കെതിരെ ഒരു കൊലപാതക ശ്രമം നടക്കണം. ചേച്ചി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.